ക്രിക്കറ്റ് ടീമിന്റെ ചാമ്പ്യൻസ് ട്രോഫി വിക്കറ്റ് കീപ്പറായി KL രാഹുലിനെ തന്നെയാകും പരിഗണിക്കുമെന്നത് പരിശീലകൻ ഗൗതം ഗംഭീർ സ്ഥിരീകരിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ രാഹുലായിരുന്നു ഇന്ത്യയുടെ മുഖ്യ കീപ്പർ. ഇതേ തന്ത്രം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും തുടരുമെന്നാണ് ടീമിന്റെ തീരുമാനം. വിക്കറ്റ് കീപ്പറായും ബാറ്ററായും രാഹുൽ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ഋഷഭ് പന്തിനെ ഡക്കൌട്ടിൽ ഇരുന്ന് കളി കാണേണ്ടി വരുമെന്നും ഗംഭീർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2 ഏകദിന മത്സരങ്ങളിൽ 6-ാമനായി ഇറങ്ങിയ രാഹുലിന് മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. എന്നാൽ അവസാന മത്സരത്തിൽ 5-ാം സ്ഥാനത്ത് ബാറ്റിംഗിന് ഇറങ്ങിയ താരം 29 പന്തിൽ 40 റൺസ് നേടി തിളങ്ങിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ KL രാഹുലാണ് ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ. അദ്ദേഹം നന്നായി കളിക്കുന്നുമുണ്ട്. ഋഷഭ് പന്ത് ടീമിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സമയം വരുമ്പോൾ അവസരവും ലഭിക്കും. ടീമിൽ 2 വിക്കറ്റ് കീപ്പർമാരുണ്ടെങ്കിലും ഒരേ സമയം ഇരുവരെയും കളിപ്പിക്കാൻ കഴിയില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ KL രാഹുൽ ആയിരിക്കും വിക്കറ്റ് കീപ്പർ എന്നും ഗൗതം ഗംഭീർ വ്യക്തമാക്കി. സഞ്ജു സാംസണിനെ ഒഴിവാക്കി ഋഷഭ് പന്തിനെയാണ് 2-ാം വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൗതം ഗംഭീറിനെ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടായിരുന്നുവെന്നും വാർത്തകൾ നേരത്തെ പ്രചരിക്കപ്പെട്ടു. എന്നാൽ രോഹിത് ശർമ്മയുടെ സെലക്ടർ അജിത് അഗാർക്കറിന്റെ നിർബന്ധ പ്രകാരമാണ് ഋഷഭ് പന്ത് ടീമിലെത്തിയത്. ഈ തീരുമാനങ്ങൾ ഇന്ത്യൻ ടീമിന്റെ വിജയ സാധ്യത എത്രത്തോളം കൂട്ടുമെന്ന് ഇനി കണ്ടു തന്നെ അറിയാം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.